അങ്ങനെ ട്രെയിനിലിരുന്ന് കുറേ നേരം എല്ലാവരും പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും കുറേ സമയം ഫോണൊന്നും ഇല്ലാതെ മാറ്റി വെച്ച് എല്ലാവരും കൂടി സംസാരിച്ച് അതൊരു പ്രത്യേക ഓളമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടാണല്ലോ ഇപ്പോഴത്തെ ഒരു ടൈമിൽ. രാത്രി ഞങ്ങൾ ഓരോ ബ്രെഡും ജാമും ഒക്കെ കഴിച്ചു കേട്ടോ. ഏലപ്പൊതി ഉണ്ടായിരുന്നു, പക്ഷേ ഏലപ്പൊതി പൊട്ടിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വിശന്ന് കുടൽ കരിഞ്ഞിട്ടാണ് കഴിക്കാൻ എടുക്കുന്നത്. അതുവരെ ഇല്ലാത്ത വിശപ്പായിരുന്നു കേട്ടോ. ചോറിനൊക്കെ അതുവരെ ഇല്ലാത്ത രുചി. ഫൈനലി ഞങ്ങൾ വേളാങ്കണ്ണിയിലെത്തി. ഇതിനിടെ കുറേ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, കാരണം ഒരാളെ കാണാതെ പോയായിരുന്നു കേട്ടോ. വണ്ടിയിലൊരു പ്രായമുള്ള 82 വയസ്സുള്ള ഒരു അപ്പച്ചനെ കാണാണ്ട് പോയി. അതിൻ്റെ ഒരു ടെൻഷനിലായിരുന്നു നമ്മൾ. ഇതാണ് വേളാങ്കണ്ണി പള്ളി. നമ്മൾ വെളുപ്പിന് ഒരു 5:15 ആയപ്പോൾ അവിടെ എത്തി. പക്ഷേ ആ ഒരു ടെൻഷനായിരുന്നു മനസ്സിൽ മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ആ ഒരു അവിടെ കുറേ ഭിക്ഷക്കാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു അമ്മ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് കാക്കകൾക്ക് ഇട്ട് കൊടുക്കുകയാണ്. കാക്കയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. കാക്ക അത് വന്ന് കഴിക്കും. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി കേട്ടോ. കാരണം പുള്ളിക്കാരത്തിക്ക് ഉണ്ടായിട്ട് കൊടുക്കുന്നതല്ല, അവർക്ക് കിട്ടുന്നതിലൊരു വിഹിതം അവർ ആ കാക്കയ്ക്ക് കൊടുക്കുന്നു. അതെന്തൊരു മനസ്സാണല്ലേ, മനുഷ്യരിൽ പലർക്കും ഇല്ലാത്തൊരു മനസ്സ്. ഫൈനലി ഞങ്ങളൊരു റൂമൊക്കെ എടുത്തു കേട്ടോ. പള്ളിയുടെ റൂം തന്നെ ആയിരുന്നു. റൂമൊക്കെ എടുത്തൊന്ന് ഫ്രഷപ്പ് ആയതിന് ശേഷമാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഇത് ദേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഫ്രോക്കാണ് കേട്ടോ. ഭയങ്കര രസമായിരുന്നു. അതാണ് ഞാൻ ഇട്ടത്. ലാസ്റ്റ് ഞങ്ങൾ വേളാങ്കണ്ണി പള്ളിയിലെത്തി. അവിടെ എത്തി കുർബാന കൂടി. മലയാളം കുർബാന രാവിലെ 9 മണിക്കാണ്. എല്ലാ ദിവസവും 9 മണിക്കാണ് കേട്ടോ രാവിലെ മലയാളം കുർബാന. പോകുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓർത്ത് വെച്ചോളൂ കേട്ടോ. പിന്നെ അവിടെ ഈശോയുടെ ഒരു രൂപം കണ്ടു കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു. അതിൽ കറക്റ്റ് ഈശോയുടെ ആ കക്ഷത്തിൻ്റെ ഭാഗത്ത് തന്നെ ഒരു തേനീച്ച കൂടും. അതൊക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങ് തിരിച്ചു പോന്നു.